ഹായ് ഫ്രണ്ട്സ്, മിയാൻ വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വായനാ ദിനവുമായി ബന്ധപ്പെടുത്തി സ്കൂളുകളിൽ നടക്കുന്ന ക്വിസ് മത്സരങ്ങളിൽ LP-UP കൂട്ടുകാർക്ക് വേണ്ട വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. ആരുടെ ഓർമ്മക്കായിട്ടാണ് വായനാ ദിനം ആചരിക്കുന്നത്? PN പണിക്കർ. PN പണിക്കരുടെ സന്ദേശം എന്താണ്? വായിച്ചു വളരൂ, ചിന്തിച്ച് വിവേകം നേടൂ. ബേപ്പൂർ സുൽത്താൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആര്? വൈക്കം മുഹമ്മദ് ബഷീർ. ഗാന്ധിജിയെക്കുറിച്ച് എൻ്റെ ഗുരുനാഥൻ എന്ന പേരിൽ കവിത എഴുതിയത് ആര്? വള്ളത്തോൾ. കാക്കേ കാക്കേ കൂടെവിടെ എന്ന കവിത രചിച്ചത് ആര്? ഉള്ളൂർ. മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ ഏത്? അവകാശികൾ. ലോക പുസ്തക ദിനം എന്നാണ്? ഏപ്രിൽ 23. ഓമനത്തിങ്കൾ കിടാവോ എന്ന താരാട്ടുപാട്ട് എഴുതിയ കവി ആര്? ഇരയിമ്മൻ തമ്പി. സാഹിത്യത്തിന് നൽകുന്ന ഏറ്റവും വലിയ പുരസ്കാരം ഏതാണ്? ജ്ഞാനപീഠം. ചെറുകാടിൻ്റെ ആത്മകഥയുടെ പേരെന്ത്? ജീവിതപാത. ലോക്സഭാംഗമായിരുന്ന പ്രശസ്ത മലയാള നോവലിസ്റ്റിന്റെ പേരെന്ത്? SK പൊറ്റക്കാട്. കുറത്തി എന്ന കവിത എഴുതിയത് ആര്? കടമ്മനിട്ട രാമകൃഷ്ണൻ. കോവിലൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ? VV അയ്യപ്പൻ. മഹാത്മാഗാന്ധി ഏത് ഭാഷയിലാണ് ആത്മകഥ രചിച്ചത്? ഗുജറാത്തി ഭാഷയിൽ. മലയാളത്തിന് ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ച വർഷമേത്? 2013. മലയാള ഭാഷയുടെ പിതാവ്? തുഞ്ചത്ത് എഴുത്തച്ഛൻ. പ്രാചീന കവിത്രയം എന്ന് വിശേഷിപ്പിക്കുന്ന കവികളിൽ രണ്ടുപേരാണ് എഴുത്തച്ഛനും കുഞ്ചൻ നമ്പ്യാരും. മൂന്നാമതാര്? ചെറുശ്ശേരി. ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ ആത്മകഥ? അഗ്നിച്ചിറകുകൾ. സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ, സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും. ആരുടെ വരികളാണിവ? വയലാർ രാമവർമ്മ. തുഞ്ചൻ പറമ്പ് കേരളത്തിലെ ഏതു ജില്ലയിലാണ്? മലപ്പുറം. വരിക വരിക സഹചരെ, സഹന സമര സമയമായി, കരളറച്ചു കൈകൾ കോർത്തു കാൽനടക്കി പോക നാം. സ്വാതന്ത്ര്യ സമരകാലത്തെ കേരള ജനതയെ ആവേശപൂർവ്വം പാടി നടന്ന ദേശഭക്തി ഗാനമാണിത്. ആരാണ് ഈ കവിത എഴുതിയത്? അംശി നാരായണപിള്ള. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന സന്ദേശം ആരുടേത്? ശ്രീനാരായണ ഗുരു. സ്നേഹഗായകൻ എന്നറിയപ്പെടുന്ന കവി? കുമാരനാശാൻ. കൃഷ്ണഗാഥയുടെ കർത്താവ് ആര്? ചെറുശ്ശേരി.